ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും കോമൺ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണല്ലേ ഉറങ്ങുക എന്നുള്ളത്. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഉറക്കമില്ലാത്തൊരവസ്ഥയെപ്പറ്റി? നമുക്കൊരു രാത്രിയിൽ ഒരു 6 മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാൻ കഴിയുക എന്നുള്ളത് വളരെ ഒരു അനുഗ്രഹം തന്നെയാണ്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. എല്ലാവരും അതിനുവേണ്ടി ദൈവത്തിനോട് നന്ദി പറയണം. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് ഉറക്കമില്ലാത്ത നമുക്ക് കേൾക്കാറുണ്ടല്ലേ, കുറേ നാളായി സമാധാനത്തോടെ ഒന്ന് ഉറങ്ങിയിട്ട് കുറച്ച് നാളുകളായി ഉറങ്ങി വരുമ്പോഴത്തേനും എന്തെങ്കിലും ഇതായി എണീക്കും, പിന്നെ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥേനൊക്കെ പറ്റിയിട്ട് പലരും പറയാറുണ്ടല്ലേ. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമുക്ക് ചിലപ്പോൾ ഒക്കെ 1-2 ദിവസമൊക്കെ ഉറങ്ങാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്നാലത്തെ കാര്യം ഒന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോൾ ഉറക്കം നമ്മളുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മൊബൈലിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവരും ഉറക്കത്തിനെ സ്കിപ്പ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പായിട്ട് ഈ മൊബൈൽ, ലാപ്ടോപ്പ്, TV അതൊക്കെ ഓഫാക്കി ഒരു ഭാഗത്ത് വെക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് വേണ്ട മെഡിറ്റേഷൻ, പിന്നെ ജേർണലിങ് എഴുതുക, പിന്നെ പ്രാർത്ഥനകൾ ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്തായാലും നല്ലൊരു ഉറക്കം കിട്ടും അല്ലേ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഉറക്കത്തിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് മെലാറ്റോണിൻ എന്നുള്ള ഹോർമോണാണ്. മെലാറ്റോണിൻ്റെ ഹോർമോണാണ് നമ്മളുടെ ഉറക്കത്തെ നിയന്ത്രിക്കുന്നത്. അതായത് കൃത്യസമയത്ത് ഉറങ്ങാനും കൃത്യസമയത്ത് എണീക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഹോർമോണാണിത്. നല്ല ഇതിൽ ഉറക്കം കിട്ടിയ കഴിഞ്ഞാൽ ഈ ഒരു ഹോർമോണിൻ്റെ ഉൽപ്പാദനം വളരെ കൂടുതലായിട്ട് ഉണ്ടാവും. പിന്നെ നമുക്ക് സ്ട്രെസ്സൊക്കെ വരുന്ന സമയത്ത് ഈ സ്ട്രെസ് ഹോർമോണ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും. കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ. ആ ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മെലാറ്റോണിൻ്റെ അളവ് കുറയാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഉറക്കം കുറയാണ് ചെയ്യുന്നത്. ഉറക്കം കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അസുഖങ്ങൾ വരികയാണ്. നമ്മൾ ശരീരം ക്ഷീണിക്കാൻ തുടങ്ങുകയാണ്. എന്തിനും ഒരു ഉഷാറില്ലാത്ത ഒരവസ്ഥ. നേരം വെളുത്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊരു ഉഷാറുണ്ടാവില്ല. പിന്നെ ഇതൊന്നും വരാതിരിക്കാനായിട്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉറക്കം കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ ഒഴിവാക്കുക. രാത്രിയിൽ ഹെവി ഫുഡ്സ് ഒഴിവാക്കുക. സിമ്പിളായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം. അതുപോലെ ബദാം, പഴങ്ങളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പാല് കുടിക്കുക. അതൊക്കെ നല്ല ഒരു ഉറക്കം കിട്ടാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെഡിറ്റേഷൻ്റെയും ജേർണലിങ്ങിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉറങ്ങാനൊക്കെ ആയിട്ട് കഴിയും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഉറക്കത്തിനെ ആയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ശരീരത്തിന് ഒരുപാട് അസുഖങ്ങൾ വരാനായിട്ട് കാരണമാകും. അപ്പോൾ ഇത് ഒട്ടും അവഗണിക്കാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. എല്ലാവരും ഇത് ഓർമ്മയിൽ വെക്കുക. നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നോക്കാം.